പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവേ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖാണെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജൂലൈ മാസം 14 പഠിക്കുന്ന വചനം വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വചനമാണ്. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 13. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് 12-ാമത്തെ വചനമായിരുന്നു. 12-ാമത്തെ വചനത്തിന് ശേഷം ഇന്ന് പഠിക്കുന്നത് 13-ാമത്തെ വചനമാണ്. അപ്പോൾ ആ വചനം മറന്നു പോകരുത്. ആ വചനം ഇങ്ങനെയായിരുന്നു പറഞ്ഞത്: നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പേടിക്കേണ്ട, പരിഭ്രമിക്കേണ്ട. അതിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ സന്തോഷം ഉണ്ടാകാൻ പോകുന്നു. പഠിച്ചിരുന്ന വചനം ഇതാണ്: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. Beloved, do not be surprised at the fiery ordeal that is taking place among you to test you. അപ്പം നമ്മോട് പറഞ്ഞ വചനം ഇതാണ്: പരിഭ്രമിക്കരുത്, പേടിക്കേണ്ട. ഇന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ ഓഫ് സെയിന്റ് പീറ്റർ ചാപ്റ്റർ 4 വേഴ്സ് 13. ക്രിസ്തുവിന്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. അതെന്തുകൊണ്ട് ആഹ്ലാദിക്കാൻ പറയുന്നത്? അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. But rejoice in so far as you are suffering, as you are sharing Christ's suffering, so that you may also be glad and shout for joy when his glory is revealed. അപ്പം ക്രിസ്തുവിൻ്റെ സഹനങ്ങൾ നമ്മൾ അതിൽ പങ്കുകാരാകുമ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടും. അതായത് ഈസ്റ്റർ ഉണ്ടാവും, കർത്താവ് ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർപ്പിൽ ഞാനും നിങ്ങളും പങ്കുകാരാകുകയാണ്, ആഹ്ലാദിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ തരുന്നത് ഒരു വലിയ സന്തോഷത്തിലേക്കാണ്. ആ സഹനങ്ങൾ നമ്മെ കൊണ്ടുപോകുന്നത് വലിയൊരു സന്തോഷം. ഇത് വിശ്വസിക്കണം കേട്ടോ. ഈ വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ നമുക്ക് വലിയ സന്തോഷം, വലിയ മഹത്വം വെളിപ്പെടാനുള്ള അവസരങ്ങളാണ്. മറന്നു പോകരുത്. വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും വലിയ മഹത്വം വെളിപ്പെടും. കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ക്രിസ്തു ഉയർത്തെങ്കിൽ, അവൻ്റെ മഹത്വം വെളിപ്പെട്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആ സന്തോഷം വെളിപ്പെടും. നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ സഹനങ്ങളോട് ചേർത്ത് എൻ്റെ സഹനങ്ങൾ, എൻ്റെ പ്രയാസങ്ങളൊക്കെ ചേർത്ത് വയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ.